ഹായ്, ഇറ്റ്സ് മീ മെർലിൻ. ഞങ്ങളിന്ന് മമ്മീൻ്റെ വീട്ടിൽ പോകാം കേട്ടോ. അതായത് എൻ്റെ അമ്മ വീട്. അത് കീഴ്പള്ളിയിലാണ് കേട്ടോ. ഞങ്ങളുടെ ആർലം ഫാമിൽ കൂടെ ഈ പോകുന്നതാണ് നിങ്ങളീ കാണുന്നത് കേട്ടോ. ഞങ്ങൾ അവിടെ ചെന്ന് കീഴ്പള്ളി ടൗണിൽ ചെന്ന് ഞങ്ങൾ ഒരു ബേക്കറിയിലൊക്കെ കയറി. അവിടുന്ന് കുറച്ച് ബേക്കറിയൊക്കെ വാങ്ങി, അതങ്ങോട്ടൊരു ചെറിയ മിഠായിയൊക്കെ വാങ്ങി ഞങ്ങൾ പയ്യെ ആ വീട്ടിലെത്തി. ആൻറ്റി ഉണ്ടായിരുന്നു. അതുപോലെ ആൻറ്റീൻ്റെ ഇളയ കുട്ടി ജോൺസ്, അതായത് എൻ്റെ ആങ്ങള, അതങ്ങോട്ട് എൻ്റെ അമ്മാവൻ, അവനാണ് പോയത്. സോ അവനും ഉണ്ടായിരുന്നു കേട്ടോ. സോ അതിനുശേഷം പപ്പയും മമ്മിയൊക്കെ ഇവിടുന്ന് ഒരു 3 ചാക്ക് പുല്ലും കൊണ്ടാണ് പോയത്. നട്ട പുല്ലുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെങ്ങളിൽ പശുക്കളൊന്നും ഇല്ലാത്തത് കൊണ്ട് എൻ്റെ മമ്മി അവിടെ ഒത്തിരി പശുവുണ്ട്, അപ്പോൾ അവർക്കൊരു സഹായം ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ അതും കൊണ്ടാണ് പോയത്. അവിടെ ചെന്ന് ഞാൻ അവിടെ ചെന്ന് കിളിക്കൂടൊക്കെ കണ്ടു കേട്ടോ. ഒത്തിരി കിളികളുണ്ട് അവിടെ, നല്ല രസമുണ്ട് കേട്ടോ കിളികളെയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ആൻറ്റിക്ക് ഒരു കറ്റാർവാഴ ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് മുട്ടപ്പഴം ആൻറ്റി കൊണ്ടുപോയി പപ്പയ്ക്ക് കൊടുത്ത്, ആർക്കും തരില്ല, ഞാൻ തന്നെ തിന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ്, ഷെയർ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വാചടിച്ച് തിന്നുന്ന കേട്ടോ കാണുന്നത്. അവിടെ ചെന്ന് ആദത്തിനാണെങ്കിൽ ജോൺസ്, നമ്മുടെ പൊന്നു, ഞങ്ങൾ പൊന്നു എന്നാട്ടോ വിളിക്കണേ, അവൻ ഇങ്ങനെ കളിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് ഫോണിൽ. അതിനുശേഷം ആൻറ്റി ചായയൊക്കെ ഇട്ട്, നല്ല ചൂട് ചായയും രാവിലെ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അത്യാവശ്യം വിശപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വിശപ്പെന്ന് പറയാൻ പറ്റില്ല, പരവേശം. സോ അപ്പോൾ ഞങ്ങൾ ഉഴുന്നുവടയും പഴംപൊരിയും അതെല്ലാം കൂട്ടി ഞങ്ങളിങ്ങനെ ഒരു ചായ അങ്ങ് കുടിച്ചു. അതിനുശേഷം മമ്മിയാണെങ്കിൽ പറമ്പിക്കൂടെ ഇങ്ങനെ നടന്ന് എന്തൊക്കെയാണ് ഉള്ളേ കിള്ളി പറിച്ച് വീട്ടിൽ കൊണ്ടുപോകാൻ എന്നൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ നോക്കുക കേട്ടോ. സോ അവിടെ ചെന്നപ്പോഴത്തേക്കും കോവയ്ക്കുണ്ട്. ആൻറ്റി നട്ട കോവലാട്ടോ, നല്ല അടിപൊളി കോവയ്ക്കൊക്കെ ഉണ്ടായിരുന്നു. ആദംകുട്ടിന് തേങ്ങാവെള്ളം എല്ലാം പൊട്ടിച്ച് കൊടുത്ത്, ഇടയ്ക്ക് തേങ്ങ പൊട്ടിക്കുമ്പോൾ അവൻ ആ സൗണ്ട് കേൾക്കുമ്പോൾ ഓടി വരും കേട്ടോ. അവനാണെങ്കിൽ പശുക്കുട്ടീൻ്റെ അടുത്തൊക്കെ പോയി. ഇത് ഞങ്ങളുടെ ആൻറ്റി കേട്ടോ. ആൻറ്റി എന്ന് പറഞ്ഞാൽ മമ്മീൻ്റെ മൂത്ത ആങ്ങളേൻ്റെ വൈഫും നടുക്കത്തെ കുട്ടിയുടെ ജോമിറ്റ്. സോ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പയ്യെ വീട്ടിലെത്തിയപ്പോഴത്തേക്കും ആൻറ്റി നല്ല ചെറുളാസിനുള്ള ഉള്ളി ഇങ്ങനെ തിരുമ്മിക്കൊണ്ടിരിക്കുകയാണ്. എന്താ സ്പെഷ്യലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളി കപ്പ ബിരിയാണി ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. എന്തായാലും ഞങ്ങളതെല്ലാം സെർവ് ചെയ്തു. അതിന് ശേഷം ഞങ്ങൾ പയ്യെ ഒരു സൈഡിൽ നിന്ന് അങ്ങ് തുടങ്ങി, നന്നായിട്ടങ്ങ് കഴിച്ച് തുടങ്ങി. ഏകദേശം അത്യാവശ്യം കഴിച്ച് കഴിഞ്ഞ് കിക്കടിച്ചിരിക്കുമ്പോഴാണ് ഇതാ ആൻറ്റി ആണെങ്കിൽ മുട്ടപ്പഴത്തിൻ്റെ ഷെയ്ക്ക്, ഞാൻ ആദ്യമായിട്ടാണ് ഇത് കഴിക്കുന്നത് കേട്ടോ. അങ്ങനെ ഇതൊക്കെ കുടിച്ച് ഞങ്ങൾ പയ്യെ പുഴയിലേക്ക് പോവുക. അവിടെ തൊട്ടടുത്ത് തന്നെ പുഴയുണ്ട്. ഞങ്ങൾ പുഴയിലേക്ക് പോവാണ്. ആദംകുട്ടിന് ഇൻട്രസ്റ്റ് കയറിയിട്ട് വയ്യ കേട്ടോ. തലയിൽ കെട്ടൊക്കെ കെട്ടി അവൻ പയ്യെ അങ്ങോട്ടേക്ക് മുമ്പോട്ട് നീങ്ങി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പൊന്നു ആണെങ്കിൽ കല്ല് പറക്കി എറിയാൻ തുടങ്ങി. അത് പയ്യെ ഇമിറ്റേറ്റ് ചെയ്യും കേട്ടോ. സോ അതിന് ശേഷം എന്ത് രസമല്ലേ പുഴ കാണാൻ വേണ്ടിയിട്ട്. നല്ല ക്ലിയർ ആയ വാട്ടർ. കുറച്ചും കൂടെ കഴിയുമ്പോൾ നല്ല മഴ കൂടുമ്പോഴത്തേക്കും നല്ല എന്താ പറയുക, മണ്ണും കാര്യങ്ങളും ചെളിവെള്ളമായിരിക്കും വരിക. പക്ഷേ ഇപ്പം നല്ല ക്ലിയർ വാട്ടറായിരുന്നു. സോ അത് ആദംകുട്ടൻ അവിടെ നീന്താൻ തുടങ്ങി. മമ്മി ഏതാ മന്ദം പോകുന്നു. മമ്മിയല്ല ഒഴുക്കുള്ള വെള്ളത്തിൽ മേളിലോട്ട് നീന്തുന്നു. എന്തായാലും മമ്മിക്ക് നന്നായിട്ട് നീന്തലറിയാം കേട്ടോ. കാരണം മമ്മി ജനിച്ചു വളർന്ന് ഇവിടെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല വെള്ളത്തിലൊക്കെ നീന്തി പഠിച്ച ആളാണ് മമ്മി. സോ ആദംകുട്ടനാണെങ്കിൽ വെള്ളത്തിൽ നിന്ന് കയറുകയേയില്ല കേട്ടോ. ഞാൻ കയറ്റാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അവൻ കയറത്തില്ല. അവനാണെങ്കിൽ ആ തലയിൽ കെട്ടി വന്ന മുണ്ട് അവൻ കാര്യപൂർവ്വം വീട്ടിൽ നിന്ന് എടുത്തപ്പോഴേ എനിക്ക് തോന്നിയായിരുന്നു എന്തെങ്കിലും കാര്യം ഉണ്ടാവുമെന്ന്. അത് തുണിയെല്ലാം പറിച്ച് കളഞ്ഞ് അവൻ അതെല്ലാം ഉടുത്ത് നീന്താൻ തുടങ്ങി കേട്ടോ. പാവം, തവള നീന്തുന്ന പോലെ നീന്തുന്ന കണ്ടില്ലേ. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴത്തേക്കും അങ്കിൾ സെൻട്രൽ ബോർഡ് ഓഫ് എക്സാമിനേഷന് പാസ്സായെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു കേട്ടോ. സോ എല്ലാവരും ഹാപ്പിയായിരുന്നു. നമ്മുടെ ജിബിനമോളെ വന്നിട്ടുണ്ട്. ജിബിനമോളെന്ന് പറഞ്ഞാൽ ആൻറ്റീൻ്റെ അങ്കിളിനെ നടുക്കത്തെ കുട്ടി കേട്ടോ. സോ ഇവളെ നേഴ്സിംഗ് പഠിക്കുകയാണ് മൈസൂർ. സോ അവിടെ നിന്ന് വന്നതാണ് കേട്ടോ ലീവിന്. ഇവൾ വന്നതിന് ശേഷം ഞങ്ങൾക്ക് മൈസൂർ പാക്ക് എടുത്ത് കാണിച്ചു തന്നു, ഞങ്ങൾക്ക് തന്നു. പക്ഷേ ഞാൻ കഴിച്ചില്ല, എനിക്ക് സ്വീറ്റ് അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ കഴിച്ചില്ല. ആദംകുട്ടൻ ട്രൈ ചെയ്തു കേട്ടോ. ഞങ്ങൾ പുഴയിൽ നിന്ന് കയറി വന്ന് കഴിയുമ്പോഴത്തേക്കും ആൻറ്റി ആണെങ്കിൽ പുട്ടൊക്കെ തയ്യാറാക്കിയത്. പുട്ടും ബീഫും പിന്നെ ചായയും. വൈകുന്നേരം സമയം ആയതുകൊണ്ട് തന്നെ ചായ കുടിച്ചിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിർബന്ധിച്ച് ഞങ്ങൾ ചായയൊക്കെ കുടിപ്പിച്ചു. എല്ലാം കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞ് ഞങ്ങൾ പയ്യെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. രാത്രി ആവുന്നതിന് മുമ്പ് വീട്ടിലെത്താൻ വേണ്ടിയിട്ട്. ആൻറ്റി അങ്കിളും ടാറ്റയൊക്കെ തരുന്നുണ്ട്. ആൻറ്റി ആണെങ്കിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്തായാലും ഞങ്ങൾ അവിടെ നിന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞ് വീട്ടിലേക്ക് യാത്രയായി ഗൈസ്.